വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിംഗ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഹലോ, ഗുഡ് ടാക്. ജിനൂസ് അക്കാഡമിയുടെ അടുത്ത ജർമ്മൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലിംഗ അധിഷ്ഠിത ഭാഷയാണ്. അതിൽ മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ ഇങ്ങനെ പല പല കേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ ജർമ്മനിൽ ഒരു ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ എന്താണ് പറയുന്നതാണ് ശരിക്കും പറയാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ ദി ഫാമിലിയെ, ദി മുട്ടർ, ദർ, ഫാറ്റർ, ദി, അങ്ങനെ പല 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 കാര്യങ്ങൾ കാണാം. ദി, ദർ, അങ്ങനെ പലത് കാണാം. സോ ഇതിനെല്ലാം ആർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ദി, ആൻഡ് അങ്ങനത്തെ. അപ്പോൾ ഇതെല്ലാം മീൻ ചെയ്യുന്നത് ദി എന്നാണ്. സോ ഇത് എന്തുകൊണ്ടാണ് ദർ, ദി, ദസ് അങ്ങനെ വന്നത് എന്ന് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫാമിലിക്ക് ജർമ്മനിൽ പറയുന്നത് ദി ഫാമിലിയെ. സോ എപ്പോഴും നമ്മൾ ആർട്ടിക്കിൾ ചേർത്ത് വേണം പഠിക്കാൻ. സോ ദി ഫാമിലിയെ. സോ മദറിന് എന്താണ് ജർമ്മനിൽ പറയുന്നത്? ദി മുട്ടർ. So just follow my words. The mutter. ഫാദറിന് the father. അതുപോലെ തന്നെ സിസ്റ്ററിന് എന്താ പറയുന്നത്? the Schwester. അതുപോലെ ബ്രദറിന് the brother. അതുപോലെ ഡോട്ടറിന് പറയുന്നത് the daughter. സണ്ണിന് പറയുന്നത് the son. പിന്നെ ഇഹ് എന്ന് പറഞ്ഞാൽ ഞാൻ. അതുപോലെ തന്നെ ഗ്രാൻഡ് പായ്ക്ക് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ദ ഗ്രോസ് ഫാദർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്പ എന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രാൻഡ് മായ്ക്ക് ഒമയെന്നും അല്ലെങ്കിൽ ദി ഗ്രോസ് മുറ്റർ എന്നും പറയാം. അതുപോലെ തന്നെ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നതാണ് ദ എങ്കിൾ. അതുപോലെ തന്നെ ഗ്രാൻഡ് ഡോട്ടറിന് ദി എങ്കിളിൻ, പേരൻസിന് ദി എൽട്ടേൺ. അതുപോലെ ഗ്രാൻഡ് പേരൻസിന് ദി ഗ്രോസ് എൽട്ടേൺ, ദി ഗെഷിസ്റ്റർ സിബ്ലിങ്സ്, ദ അങ്കിൾ, ദി ടാൻറ്റെ ഓണ്ട്, ദി കുസിനെ. ഫീമെയിൽ കസിന് പറയുന്നതാണ് കുസിനെ. ഇനി മെയിൽ കസിൻ ആണെങ്കിൽ ദ കുസിൻ. അതുപോലെ തന്നെ ചൈൽഡിന് പറയുന്നതാണ് ദ സ്കിൻഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോമിനേറ്റീവ് കേസസ് ആണ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ ടെൻസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ആ ഒരു രീതിക്കാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്ത് പഠിക്കുന്നത്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് കേസസ് ഉണ്ട്. ആ കേസസിൻ്റെ ഒരു ഫ്ലോയിലാണ് നമ്മൾ സെൻറ്റൻസ് ബിൽഡിംഗ് പഠിക്കുന്നത്. സോ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ നോമിനേറ്റീവ് കേസസ് നോക്കാം. സോ നോമിനേറ്റീവ് കേസസിലെ നോമിനേറ്റീവ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ ഉണ്ട്, ഉംബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ ഉണ്ട്, നെഗറ്റീവ് ആർട്ടിക്കിൾസ് ഉണ്ട്. സോ ബെസ്റ്റിംറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതുപോലെ ഉംബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതുപോലെ നെഗറ്റീവ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇത് മസ്കുലിനും ഫെമിനിനും ന്യൂട്രലിനും പ്ലൂറാലിനും ഉണ്ട്. ശരിക്കും ബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ദാ പറയില്ലേ, സോ അതിന് പകരമായിട്ട് ഇവിടെ മസ്കുലിൻ കേസിലും ഫെമിനിൻ കേസിലും ന്യൂട്രൽ കേസിലും പ്ലൂറൽ കേസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നാം, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഉൻബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ ഓർ ആൻ, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഡോച്ചിൽ യൂസ് ചെയ്യുന്നതാണ് ഉംബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ അഥവാ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇതുപോലെ നെഗറ്റീവ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കാര്യം നെഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് ഇത്. സോ നമുക്ക് ആദ്യം ബെസ്റ്റിംറ്റൻ ആർട്ടിക്കിൾ നോക്കാം. ഇത് മസ്കുലിൻ കേസിലാണെങ്കിൽ ഡർ വരും, ഫെമിനിൻ കേസിലാണെങ്കിൽ ദി എന്നാണ് പറയുന്നത്, ന്യൂട്രൽ കേസിലാണെങ്കിൽ ദസ് എന്നും, പ്ലൂറൽ കേസിൽ ദി. ഈ സെയിം ഫെമിനിൻ ദി തന്നെയാണ് പ്ലൂറൽ കേസിലും ദി എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഐ റിപ്പീറ്റ്, ദ, ദി, ദസ്, ദി. അതുപോലെ തന്നെ ഉൻബെസ്റ്റിംറ്റൻ ആർട്ടിക്കിളിൻ്റെ കേസിൽ ഐൻ, ഐനെ, ഐൻ, ഇതിൽ പ്ലൂറൽ കേസ് ഇല്ല. അപ്പോൾ ഐ വിൽ റിപ്പീറ്റ്, ഐൻ, ഐനെ, ഐൻ. അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ കാര്യത്തിൽ കൈൻ, കൈനെ, കൈൻ, കൈനെ. ഐ റിപ്പീറ്റ്, കൈൻ, കൈനെ, കൈൻ, കൈനെ. ഇനി നമുക്ക് ശരിക്കും നോമിനേറ്റീവ് കേസസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നോമിനേറ്റീവ് കേസിൻ്റെ ഒരു പ്രാധാന്യം
നോമിനേറ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ എപ്പോഴും അത് സബ്ജക്റ്റ് ആയിരിക്കും നോമിനേറ്റീവ് കേസ്. സോ രണ്ട് ഫ്രാഗ് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വാസ് വെർ വാട്ട് ഹു എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും നോമിനേറ്റീവ് കേസ്. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വാസ് ഈസ് ദസ്, വാട്ട് ഈസ് ദാറ്റ്, ദസ് ഈസ് ഐൻ ബൂസ്, അത് ഒരു ബസ്സാണ്. അപ്പോൾ ദസ് ഈസ് ഐൻ ബൂസ് ഇതെന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ എന്താ പറയുക നോമിനേറ്റീവ് കേസ്. അതുപോലെ തന്നെ വെർ ഈസ് ദസ്, ഹു ഈസ് ദാറ്റ്, ദസ് ഈസ് പീറ്റർ. സോ ഇതാണ് ഇവിടുത്തെ നോമിനേറ്റീവ് കേസ്. ഇനി നമുക്ക് ഈ ബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ ബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ നെഗറ്റീവിൽ ഓരോ എക്സാമ്പിൾസ് വെച്ച് നോക്കാം സെൻറ്റൻസിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന്. സോ zum Beispiel എക്സാമ്പിളിൽ നമ്മൾ zum Beispiel എന്നാണ് പറയുന്നത്. അത് നമ്മൾ പോകെ പഠിച്ചോളും. എക്സാമ്പിൾ എഴുതുന്നത് സോ z ഇട്ടിട്ട് ഒരു ബിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സോ അത് ആക്കുന്നത് ഫോർ എക്സാമ്പിൾ എന്നാണ്. ദസ് ഇസ് ദ കൂലി, ദസ് ഇസ് ദ കൂലി, കൂലി എന്ന് വെച്ചാൽ പെൻ. അതിൻ്റെ അത് കൂലി മസ്കുലിൻ ആർട്ടിക്കിൾ ആയതുകൊണ്ട് മസ്കുലിൻ കേസ് ആയതുകൊണ്ടാണ് ദർ വന്നത്. ഇവിടുത്തെ മസ്കുലിൻ കേസ് ഇവിടെ ദർ വന്നു. അതുപോലെ തന്നെ ദസ് ഇസ് ഐൻ കൂലി മസ്കുലിൻ കേസിൽ ഉൻബസ്റ്റിംഡർ ആകുമ്പോൾ അത് ഒരു പേനയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐൻ ഇടും. അപ്പം അവിടെ പേനയൊന്നും ഇല്ലയെന്ന് നമ്മൾ എങ്ങനെ പറയും? ദസ് ഇസ് കൈൻ കൂലി. സോ അതുപോലെ ഇനി നമുക്ക് നോമിനേറ്റീവ് പേഴ്സണൽ പ്രൊനോമൻസ് നോക്കാം, അതായത് സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ എന്നുള്ളത് ഇഹ് അഥവാ ഇഷ് രണ്ടും പറയാം. എന്താണ് ജർമ്മനിയിൽ തന്നെ പല സൈഡിൽ ഇഹ് എന്നും ചില സൈഡിൽ ഇഷ് എന്നും പറയാറുണ്ട്. സോ ഇഹ് ഓർ ഇഷ് ഏത് യു ക്യാൻ യൂസ്. പിന്നെ ദു എന്ന് പറഞ്ഞാൽ യു, നീ. അതുപോലെ തന്നെ എർ എന്ന് വെച്ചാൽ ഹി, അവൻ. സി, ഷീ, അവൾ. എസ്, ഇറ്റ്, അത്. അതുപോലെ തന്നെ വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി, ഞങ്ങൾ. ഇയർ, ഇവിടെ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലാണ്, നിങ്ങൾ. ഈ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നീ, ഈ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ. അതുപോലെ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ, അവർ. ക്യാപിറ്റൽ എസ് എഴുതിയിട്ട് സി വരികയാണെങ്കിൽ അതും യു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ. അതൊരു ഫോർമൽ രീതിയാണ്. സോ ഒരു ഫോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സി വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം.